ലൈംഗികപരമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് മതിയായ പെർഫോമൻസ് ടൈം കിട്ടുന്നില്ല എന്നുള്ളത് പല ആൾക്കാരുടെയും ടെൻഷൻ തന്നെയാണ്. അവർ ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എഡ്ജിങ് എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ എഡ്ജിങ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെന്തെങ്കിലും തരത്തിലുള്ള ഡീമെറിറ്റ്സ് കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. വീഡിയോയിലോട്ട് കൂടുതലായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു അറിവ് ഞാൻ പരിചയപ്പെടുത്തരാം. ആയുർവേദത്തിലൊക്കെ പല ഹെർബ്സുകളും കാര്യങ്ങളൊക്കെ സെക്ഷൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ഹെർബ്സുകളാണ് ഇപ്പോൾ അശ്വഗന്ധയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഗോക്ഷുര, ശിലാജിത്ത്, അതുപോലെ കഞ്ച് ബീജ്, ശതാവരി എന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ പലതും ആഫ്രോഡിസിയാക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ സെക്ഷൽ മൂഡ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ചില കാര്യങ്ങൾ ടൈമിങ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല ആയുർവേദിക് ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ബെസ്റ്റ് കോമ്പോസിഷൻ തന്നെയാണ് മാൻഷുവറിന്റെ പ്രൊലോങ് സപ്ലിമെന്റ് എന്നുള്ളത്. ഇത് 100% ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. FSSAI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആയുർവേദിക് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനും ടൈമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തേക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ മാൻഷുവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആണ്. അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കാം. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈമിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാനുള്ളതാണ്. എന്താണ് എഡ്ജിങ്? ഒരു പക്ഷേ ഈ ഒരു പേര് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ മറ്റൊരു പേരിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമായിരിക്കും സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പാർട്ണറിന്റെ കൂടെ സെക്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെൽഫായിട്ട് സ്വയംഭോഗമോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ആ ഒരു ക്ലൈമാക്സ്, അതായത് ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു ബന്ധപ്പെടലോ അല്ലെങ്കിൽ സെൽഫായിട്ട് ചെയ്യുന്നതോ ആ ഒരു സ്വയംഭോഗമോ കാര്യങ്ങളോ സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ സ്പീഡ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ കുറച്ച് സമയം കൺട്രോൾ ചെയ്യുന്നു. അതായത് ആ ഒരു പീക്ക് ഫീലിംഗ് കുറച്ച് കുറഞ്ഞതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മാക്സിമം ടൈം പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എഡ്ജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലൈമാക്സിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റോപ്പ് ചെയ്യുകയും ആ ഒരു ഇജാക്കുലേഷനോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുന്ന ആ ടെൻഡൻസി കുറഞ്ഞ ശേഷം അല്ലെങ്കിൽ രതിമൂർച്ചയിലോട്ട് എത്തുന്ന ആ ടെൻഡൻസി കുറഞ്ഞ ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൺട്രോൾ ചെയ്ത് മാക്സിമം ടൈം പെർഫോം ചെയ്യുന്നു. സിമ്പിളായിട്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത്. ഇത് പല ഉദ്ദേശത്തോടു കൂടിയിട്ട് ആൾക്കാർ ചെയ്യുന്നുള്ളതാണ്. പല ഉദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഓർഗാസം, അതായത് നല്ലൊരു പീക്ക് ആയിട്ടുള്ള രതിമൂർച്ച കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുള്ളതാണ്. മാക്സിമം ടൈം എടുത്ത് ചെയ്യുന്ന സമയത്ത് ആ വരുന്ന ഓർഗാസം എന്ന് പറഞ്ഞാൽ വളരെ പീക്കായിട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ടൈമിംഗ് ഇഷ്യൂസുകൾ, പ്രീമച്വർ ഇജാക്കുലേഷൻ പ്രശ്നങ്ങൾ, ശീഘ്രസ്ഖലനം പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്നു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ പോകുന്നു, അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി കൺട്രോൾ ചെയ്ത് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ മാക്സിമം സമയം പെർഫോം ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ പാർട്ണറിൻ്റെ കൂടെ ചെയ്യുമ്പോഴൊക്കെ മ്യൂച്വൽ ക്ലൈമാക്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയേക്കുന്നതാണ്. അപ്പോൾ അവരുടെ സെക്ഷൽ അനുഭവം കുറച്ചും കൂടി മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ എഡ്ജിങ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പാർട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കിടയിലുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അതുപോലെ കുറച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നത് ആ ഒരു പാർട്ണറിൻ്റെ ബോഡിയെ കൂടുതൽ അറിയാനും ട്രിഗർ പോയിന്റുകളെ അറിയാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല ഉദ്ദേശത്തോട് കൂടിയിട്ട് ആൾക്കാർ എഡ്ജിങ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്നുള്ളത്. ഇനി സെൽഫായിട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്ത് ശീലിക്കുന്നത് കൂടുതൽ സമയം പെർഫോമൻസ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈമിംഗ് തീരെ കുറവാണെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ണറുമായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. അവരിതിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്ത അബദ്ധമായി പോകും. ഓക്കെ, അപ്പോൾ കൃത്യമായുള്ള കമ്മ്യൂണിക്കേഷനും അവരതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, പാർട്ണർഷിപ്പിലാണെങ്കിൽ പ്രൈമറി ആയിട്ട് അവരുടെ ഒരു കൺസെൻറ്റ്, ആ പാർട്ണറിൻ്റെ കൺസെൻറ്റും കാര്യങ്ങളൊക്കെ വേണം. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഇത്തരം ഒരു കാര്യത്തിന് നിൽക്കാൻ പാടുള്ളൂ. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ ചെയ്യേണ്ട കാര്യം ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഒന്നിക്കൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാം. ആ സ്പീഡായിട്ട് ചെയ്യുന്നത് കുറച്ച് സ്പീഡ് കുറച്ച് കൊണ്ടുവരാം. അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് നമുക്ക് ആ ടെൻഡൻസി, ഇജാക്കുലേഷനിലുള്ള ആ ടെൻഡൻസി അല്ലെങ്കിൽ ക്ലൈമാക്സിലുള്ള ആ ടെൻഡൻസി കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുവഴി ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം ടൈം പെർഫോം ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ആ ടെൻഡൻസി കുറഞ്ഞ ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ മാക്സിമം പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സ്വയംഭോഗം ചെയ്യുമ്പോഴും സമാനമായ രീതിയിൽ ക്ലൈമാക്സിലോട്ട് എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുകയും അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവരികയും ടെൻഡൻസി കുറഞ്ഞ ശേഷം റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ
അതിൻ്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരികയോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്ത് ശീലിക്കാനും സാധിക്കുന്നതാണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സെക്ഷൽ മെഡിസിൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീക്ക് ആയിട്ടുള്ള എൻജോയ്മെന്റ് കാര്യങ്ങൾ, ആ ഒരു പ്ലഷർ കാര്യങ്ങളൊക്കെ കിട്ടാനും അതേപോലെ ഒരു എക്സൈറ്റ്മെന്റും കണക്ഷനും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ് ഈ എഡ്ജിങ് കൊണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇനി ഇതിന്റെ മറ്റൊരു വശം നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചിലരുടെ കേസിൽ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാവരുടെ കേസിലും നടക്കുന്ന ഒരു പരിപാടിയല്ല എഡ്ജിങ് എന്നുള്ളത്. ഇപ്പോൾ പാർട്ണർഷിപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ സാധിച്ചെന്ന് വരാം. സെൽഫായിട്ട് ചെയ്യുമ്പോഴും ചിലർക്ക് അത് പറ്റണമെന്നില്ല. അവസാനത്തെ ചിലപ്പോൾ ഒരു ആണിൻ്റെ കേസിൽ അവൻ ഈ ഒരു എഡ്ജിങ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഫൈനലായിട്ട് വരുന്ന ഇജാക്കുലേഷനിൽ തീരെ സ്പീഡില്ലാതെ ഒട്ടും എൻജോയ്മെന്റ് ഇല്ലാതെ ഒരു പക്ഷേ സംഭവിക്കാം. കുറേ സമയം കൺട്രോൾ ചെയ്ത് പോയി അവസാനം ഒരു എൻജോയ്മെന്റും ഇല്ലാതെ ഒട്ടും സ്പീഡില്ലാത്ത രീതിയിൽ ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നതായിട്ടൊക്കെ ഒരുപക്ഷെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പം ഇത്തരത്തിൽ പാർട്ണർഷിപ്പിലൊക്കെ ഇത്തരത്തിൽ എഡ്ജിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇപ്പം ലേഡിയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൽ എറോസൽ ഒരു തവണ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള ഒരു സെക്ഷൽ മൂഡിലോട്ട് വരുന്നുണ്ടാവില്ല. അതേപോലെ ഓർഗാസവും കിട്ടാത്തൊരവസ്ഥ ഒരു പക്ഷേ ഉണ്ടായേക്കെന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് മൊത്തത്തിൽ തന്നെ ആ ഒരു സെക്ഷൽ അനുഭവം വല്ലാത്ത കുളമായി പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാം. അതായത് വീണ്ടും സെക്ഷൽ മൂഡിലോട്ട് അവർ തിരിച്ചു വരുന്നില്ല. ഒരു തവണ ഇത്തരത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് മൂഡേ വരുന്നില്ല, കാര്യമായിട്ടുള്ള സെക്ഷൽ എറോസൽ വരുന്നില്ല, അതുപോലെ ഓർഗാസവും കിട്ടുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സെക്ഷൽ ആക്ട് കാര്യങ്ങൾ സ്പോയിലായി പോകുന്ന അവസ്ഥയും ഒരുപക്ഷെ ഉണ്ടാവാന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സംഭവിക്കാൻ സാധ്യത മറ്റൊരു കാര്യമാണ് ബ്ലൂ ബോൾസ് എന്നുള്ളത്. ആണുങ്ങളുടെ കേസിൽ കൂടുതൽ നേരം ഈ ഒരു ഇറക്ഷൻ വരുന്നുണ്ട്, പക്ഷേ ഇജാക്കുലേഷൻ സംഭവിക്കുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നേരം ഇങ്ങനെ തുടരുന്ന സമയത്ത് ആ ഒരു ടെസ്റ്റിക്കിൾസ് വൃഷ്ണങ്ങളിലൊക്കെ അവിടെ ബ്ലഡ് ഫില്ലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫില്ലപ്പായി നിന്നിട്ട് എപ്പിഡിഡിമൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും. അതാണ് നമ്മൾ കേൾക്കുന്ന ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത്. അതായത് ബ്ലഡ് അവിടെ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നു, ആ സമയത്ത് ഒരു വേദന കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നു. അത് വലിയ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഒന്നുമല്ല. ആ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന മാത്രമല്ല, സ്ഖലനം സംഭവിക്കുന്ന മാത്രമേ അത് ഓക്കെ ആവുകയും ചെയ്യും. അത് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുമല്ല. പക്ഷെ പല ആൾക്കാർക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേദന കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ വസ്തുത എന്നുള്ളത്. എഡ്ജിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. പാർട്ണർഷിപ്പിലാണെങ്കിൽ കൂടുതൽ സമയം പെർഫോം ചെയ്യാനും മ്യൂച്വൽ ക്ലൈമാക്സ് കിട്ടാനും പീക്ക് ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ്, ഒരു രതിമൂർച്ച കാര്യങ്ങളൊക്കെ കിട്ടാനും ഒക്കെ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതല്ല. സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺട്രോൾ ചെയ്ത് ശീലിക്കുന്നത് കൂടുതൽ ടൈം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കേപ്പബിൾ ആക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ പാർട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ. സീ യു ടുമാറോ. Bye guys.